आइडियाज। प्रतिमा को चढ़ाते समय वह किसी के कहे बगैर ही अपने घुटनों को मोड़कर चुप जाता था। श्रीवेली दीपाराधना आदि के लिए उसे स्वयं समय का अनुमान था। चंडे नगाड़े जैसा एक वाद्य बजाने आदि के लिए कहाँ और कितनी देर रुकना है यह भी उसे पता था। अതായത് പ്രതിമയും കൊണ്ട് പോകുന്ന വഴിക്ക് പോകുമ്പോൾ ഇങ്ങനെ കുനിയാൻ പാടില്ല, നേരെ തന്നെ നടക്കണം, അവൻ്റെ തലയൊക്കെ നേരെ തന്നെ വെക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അവൻ ബോധവാനാണ്. ഓക്കെ, അതിനെക്കുറിച്ചൊന്നും ആരും അവന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, എല്ലാം അവൻ കണ്ടറിഞ്ഞ് ചെയ്യും. ഓക്കെ, ശ്രീവേലി ദീപാരാധന ഇതൊക്കെ അമ്പലങ്ങൾ നടക്കുന്ന ഓരോ ചടങ്ങുകളാണ് കേട്ടോ, ഉത്സവത്തിൻ്റെ സമയത്ത് നടക്കുന്ന ചടങ്ങുകളാണ്. ഇതിനൊക്കെ വേണ്ടി ഉസെ സ്വയം സമയക്ക അനുമാനത, ഓരോ സമയം അവന് കൃത്യമായിട്ട് അറിയാം, ഓരോന്ന് എത്ര സമയമാണ്, എത്ര സമയം നിൽക്കേണ്ടി വരും, അതൊക്കെ അവന് കറക്റ്റായിട്ട് അറിയാം. ചെണ്ടേ, ചെണ്ട മീൻസ് വീണു, ചെണ്ട. ഓക്കെ, നഗാഡെ ജൈസ एक वाद्य, नगाड़े ऑल्सो चंडा. ओके, श्रीवेली दीपाराधना आदि के लिए उसे स्वयं समय का अनुमान था. चंडे बजाने आदि के लिए कहाँ और कितनी देर रुकना है ये भी उसे पता था. അപ്പോൾ ഈ ചെണ്ടകൊട്ടും കേട്ട് അതുപോലെ എത്ര ദൂരം, അതുപോലെ എത്ര നേരം നിൽക്കണം, എത്ര ദൂരം പോകണം എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണകൾ നമ്മുടെ കണ്ടതോരന് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ മൈ ഡിയേഴ്സ്, ഷാൽ വി മൂവ് ടു നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ. പള്ളിവേട്ട, ആറാട്ട് आदि के दौरान सूर्योदय तक गड़े रहने में उसे कोई एतराज नहीं था. इस सब के लिए उसे कुछ कहने की भी आवश्यकता नहीं होती थी. उसे स्वयं सब पाता था. अधिकारी यदि चाहे कि किसी दिन दीपाराधना या श्रीवेली दौड़ी जल्दी समाप्त करें तो इसकी वह इजाज़त नहीं देता था. सभी ये जानते थे कि कंठदोरन का समय बहुत गलत नहीं हो सकता. देखिए, പള്ളിവേട്ട, ആറാട്ട് ഇതൊക്കെ അമ്പലങ്ങൾ നടക്കുന്ന ഓരോ സംഭവങ്ങളാണ് കേട്ടോ. പള്ളിവേട്ട ഭഗവാൻക്ക് മൃഗയ, പള്ളിവേട്ട എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ ആ ഒരു എന്താ പറയുക ഹണ്ടിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ലോർഡ് അയ്യപ്പൻ്റെ ഒരു പള്ളിവേട്ട മീൻസ് പറഞ്ഞല്ലോ എന്താ ഹണ്ടിങ്. ഓക്കെ, വേട്ടയാടാൻ പോകുന്നൊരു പരിപാടിയൊക്കെ ഉണ്ട്, അപ്പോൾ അതിനെയാണ് എന്ത് പറയുക, പള്ളിവേട്ട എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ ആറാട്ട്, ഘോഷയാത്ര. ആറാട്ട് ഘോഷയാത്ര. आदि के दौरान सूर्योदय तक गड़े रहने में उसे कोई एतराज़ नहीं था. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി എന്താ, സൂര്യോദയം വരെ നിൽക്കേണ്ടി വരും. രാത്രി അങ്ങോട്ട് നിന്നാൽ ആ നേരം വെളുക്കുന്നവരെ ആ ഒരു നൃത്തം നിൽക്കേണ്ടി വരാൻ അവന് യാതൊരു ബുദ്ധിമുട്ടും തന്നെ ഇല്ല, അവന് യാതൊരു കുഴപ്പമില്ല, എത്ര നേരം വേണമെങ്കിൽ നിന്നോളും. ഈ സബ്ക്കെ ലിയേ ഉസെ കുച്ച് कहने की भी आवश्यकता नहीं. ഇതിനെക്കുറിച്ച് അവനോട് ആരും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഉസെ സ്വയം സബ് പതാത, എല്ലാം അവന് സ്വയം മനസ്സിലാകും. अधिकारी यदि चाहे कि किसी दिन दीपाराधना या श्रीवेली ദോടി ജൽദി സമാപ്ത കരയും. ഈ അമ്പലത്തിലെ ചില കള്ളന്മാരുണ്ട് അല്ലേ, അവർ പെട്ടെന്ന് ശ്രീവേലി അവസാനിപ്പിക്കുക, വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള ശ്രമം നടത്തിയാൽ നമ്മളെ കണ്ടതോരൻ അതിന് പെർമിഷൻ കൊടുക്കില്ല, അവൻ അതിന് ഇഷ്ടമല്ല. കൃത്യസമയത്ത് തന്നെ അത് തീരാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ടതോരൻ്റെ സഭി ജാനത്തെ എല്ലാവർക്കും ഇതറിയാം. എന്താ, കണ്ടതോരൻ കാ സമയബോധ ഗലത്ത് നഹി ഹോ സക്ത. കണ്ടതോരൻ്റെ ആ ഒരു സമയബോധം, സമയത്തിനെ കുറിച്ചുള്ള ആ ഒരു അറിവ് ഒരിക്കലും തെറ്റില്ല എന്നെല്ലാവർക്കും അറിയാം. അവൻ എന്താണ് ചെയ്യുന്നത് അത് കൃത്യതയോടെയാണ് ചെയ്യുക, കൃത്യസമയം പാലിച്ചുകൊണ്ടാണ് ചെയ്യുക എന്നെല്ലാവർക്കും അറിയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ്. अनेक विस्मयकारी घटनाएं कंठदोरन के साथ जुड़ी हुई है. ഒരുപാട് വിസ്മയകാരി മീൻസ് അമേസിങ്. ഓക്കെ, ഒരുപാട് അമേസിങ് ആയിട്ടുള്ള ഇൻസിഡൻസ് കണ്ടതോരനോട് ചേർന്ന് ഉണ്ട്. ഓക്കെ, ബഹുത് സെ ലോഗ് കണ്ടതോരൻ को लकड़ी उड़वाने ले जाते थे. മരം ഉയർത്താൻ വേണ്ടി വൺ ടു പിക്ക് ലെഗ്. ഓക്കെ, മരത്തടികളൊക്കെ ഉയർത്താൻ വേണ്ടി നമ്മുടെ കണ്ടതോരനെ കൊണ്ടുപോകുന്നൊരു പരിപാടിയുണ്ട്. ഓക്കെ, तना चाहे जितना मोटा और लंबा क्यों न हो कंठदोरन उसे आसानी से उड़ा लेता था. മരം തടിച്ചതാവട്ടെ മെലിഞ്ഞതാവട്ടെ ഭാരം വെയിറ്റ് കൂടിയതാവട്ടെ നമ്മുടെ കണ്ടതോരൻ നോ മാറ്റർ. ഓക്കെ, അവൻ അത് ഈസിയായി പൊക്കിയെടുക്കും. ഓക്കെ, മഹാ
महावत और मंदिर के अधिकारियों की फीस के अलावा കണ്ടുതോരൻ को भी देना होता था. ആനപ്പാപ്പാനും അമ്പലത്തിലെ അധികാരികൾക്ക് കൊടുക്കുന്നതിന് പുറമെ നമ്മുടെ കണ്ടുതോരനും എന്ത് വേണം? സംതിങ് കൊടുക്കാനുണ്ട്. എന്താ നോക്കൂ. यदि काम होने के बाद मेहनताना न दिया जाए तो കണ്ടുതോരൻ लकड़ी को पहले की जगह डाल देता था. അവന് കൊടുത്തിട്ടില്ലെങ്കിൽ മരം എവിടെ നിന്നാണ് കിട്ടിയത് അവിടെ തന്നെ അവൻ കൊണ്ടുപോയിടും. അങ്ങനൊരു ചീത്ത സ്വഭാവം നമ്മുടെ കണ്ടുതോരനുണ്ട്. എന്താ സംഭവം? എവിടെ നിന്നാണോ അവന് വേണ്ടത് കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ എന്താ വേണ്ടത് നമുക്ക് ഇനി പോകെ പറയാം. അവന് വേണ്ടത് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ തടിക്കഷ്ണം എവിടെ നിന്ന് കിട്ടിയോ, ഇതിപ്പോൾ ലോറി കയറ്റി സംഭവം ഓക്കെ, എന്നാലും അവൻ ആ ലോറിയിൽ നിന്ന് ഇറക്കിയിട്ട് എവിടെ നിന്ന് അവന് കിട്ടിയോ അവിടെ കൊണ്ടിടും, അവനുള്ളത് കൊടുത്തിട്ടില്ലെങ്കിൽ. അതാണ് നമ്മുടെ കണ്ടുതോരൻ്റെ സ്വഭാവം. ഓക്കെ. वह काम भी केवल प्रधान महावत के साथ ही करता था. ഒന്നാം പാപ്പ അല്ലേ, പ്രധാൻ മഹാവത്ത് മീൻസ് പ്രധാനിയായിട്ടുള്ള പാപ്പാന്മാർ രണ്ടുപേരുണ്ടാവുമല്ലോ അല്ലേ. ഒന്നാം പാപ്പൻ രണ്ടാം പാപ്പൻ ഉണ്ടാവും. ഇതിൽ ഒന്നാം പാപ്പാൻ ആണ് ഇവൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ആൾ കേട്ടോ. അന്യ മഹാവത്വം കെ സാത്ത് കബി ബി കാം നഹി കർത്താത. മറ്റ് പാപ്പന്മാരെ കൂടെ വെച്ച് ജോലിക്ക് നമ്മളെ കണ്ടുതോരനെ കിട്ടൂല. ओके. एक बार एक व्यक्ति एक बड़े तने को उठाकर रखवाने के लिए കണ്ടുതോരൻ के लिए आया. ഒരു വലിയൊരു മരം ഉയർത്തുന്നതിന് വേണ്ടി നമ്മളെ കണ്ടുതോരന് വേണമെന്ന് പറഞ്ഞ് വന്നു. ഓക്കെ. मंदिर के अधिकारी और महावत सहमत थे. എല്ലാവരും സമ്മതിച്ചു. ഓക്കെ, ആനെ തരാമെന്ന് സമ്മതിച്ചു. കണ്ടുതോരൻ को देने के लिए केले के 10 गुच्छे മീൻസ് പഴക്കുല 10 പഴക്കുലകൾ. ഓക്കെ, 10 പഴക്കുലകൾ നോക്കിക്കോളൂ എന്തൊക്കെയാണ് കണ്ടുതോരന് വേണ്ടത്. 10 നാരിയൽ 10 തേങ്ങ നാളികേരം. ഓക്കെ. और मन गुड തൈ ഹുവ. പിന്നെയോ ശർക്കര. ഓക്കെ, मन गुड തൈ ഹുവ, ശർക്കരയും റെഡിയാക്കി വെക്കണം. महावत और കണ്ടുതോരൻ ने नियत स्थान पर तना रख दिया, लेकिन काम हो जाने के बाद उस व्यक्ति ने കണ്ടുതോരൻ को नियत പാരിശ്രമിക नहीं दिया. കൃത്യസമയത്ത് ഇവരെത്തി ജോലിയും തീർത്തു. പക്ഷെയോ ഈ ആളുകൾ കണ്ടുതോരന് കൊടുക്കാനുള്ള സംഭവം കൊടുത്തില്ല കേട്ടോ. നോക്കൂ. उसे कुछ दिन बाद देने की बात कही. यह सुनकर കണ്ടുതോരൻ को गुस्सा आया. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തരാമെന്ന് അവർ പറഞ്ഞത് ആര് കേട്ടു? കണ്ടുതോരൻ കേട്ടു. ആനയ്ക്ക് കൊടുക്കാനുള്ളത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തരാൻ പറ്റുള്ളൂ എന്നുള്ളത് പറയുന്നത് ആര് കേട്ടു? കണ്ടുതോരൻ കേട്ടു. ഓക്കെ. അവന് ദേഷ്യം വന്നു. ഗുസ്സ മീൻസ് ആങ്കർ. ഓക്കെ, അവന് വളരെയധികം ദേഷ്യം വന്നു. उसने उसी समय तने को उड़ाकर पूर्व स्थान पर रख दिया. ആ സമയത്ത് അവൻ ആ തടി ഉയർത്തിയിട്ട് എവിടെ നിന്നാണോ കിട്ടിയത് അവിടെ കൊണ്ടുപോയി വെച്ചു. ഓക്കെ. वह व्यक्ति तने को पूर्व स्थान पर देकर चकित रह गया. ആ തടി അവിടെ കിടക്കുന്ന കണ്ടിട്ട് ആ വ്യക്തി വളരെയധികം ദേഷ്യപ്പെട്ടു. എങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ അങ്ങോട്ട് കയറ്റിയതല്ലായിരുന്നോ, പിന്നെ എങ്ങനെ ഇതിവിടെ വീണ്ടും ഈ വെച്ച സ്ഥലത്ത് തന്നെ വന്നു എന്ന് അദ്ദേഹം ആദ്യം ആശ്ചര്യപ്പെട്ടു. ചകിത് പോലെ മീൻസ് അസ്റ്റോണിഷ്ഡ്. ഓക്കെ, ആശ്ചര്യപ്പെട്ടു. സർപ്രൈസ്ഡ് ആയി, അയാൾക്ക് ദേഷ്യം വന്നു. ഓക്കെ. दूसरे बहुत से हाथियों को बुलाकर उसने उसे उड़वाने की कोशिश की. വേറെ ആനകളെ കൊടുത്തിട്ട് ഇത് പൊക്കാനുള്ള കണ്ടതരം പോണേ പോട്ടെ, വേറെ ആന വരും എന്ന് പറഞ്ഞിട്ട് വേറെ ആനനെ കൊടുത്തിട്ട് ഇത് പൊക്കാൻ വേണ്ടി ശ്രമിച്ചു. ലേക്കിൻ വേ ഖിസ്കാ ബി നഹി സകെ. അവർക്കൊന്നും അത് പൊക്കാൻ കഴിഞ്ഞില്ല. अंत में കണ്ടുതോരൻ की बहुत मिन्नतें की पर उसने मना कर दिया और लकड़ी वहीं पड़ी रही. അങ്ങനെ മറ്റാനയെ കൊണ്ടിട്ട് പൊക്കാൻ നോക്കിയിട്ടും കഴിഞ്ഞില്ല. അവസാനം നമ്മളെ ആനയോട് അപേക്ഷിച്ച് അവന് വേണ്ടതൊക്കെ കൊടുത്തിട്ടാണ് വീണ്ടും അവനെ കൊണ്ട് ഇത് തടി പൊക്കിയിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞത്. ഓക്കെ, അവനത് ചെയ്യുകയും ചെയ്തു. സോ our chapter is finished here. I hope you enjoy, isn't it? Okay, കണ്ടുതോരൻ की कहानी आपको पसंद है ना? Okay, so my dears, all want to write the meanings into your notebook. Okay, so that's enough for today. धन्यवाद.